പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നീതിമാനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ ഒറ്റ വാക്കിൽ ലോകത്തിൻ്റെ തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവ് ഇന്ന് ആഗോള സഭയുടെ തന്നെ മധ്യസ്ഥനായി നിലകൊള്ളുകയാണ്. ഈ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണ തിരുനാളാണ് ഈ വരുന്ന 19-ാം തീയതി, മാർച്ച് മാസം 19-ാം തീയതി ആഗോള സഭ കൊണ്ടാടുന്നത്. ഈ തിരുനാളിനോടനുബന്ധിച്ച് പാലായിലെ പരിശുദ്ധ ഗാഡലുപ്പെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ്. ഏതാണ്ട് 10-18 വർഷമായിട്ട് ഈ മാർച്ച് 19 പാലായിലെ ഈ പരിശുദ്ധ ഗാഡലുപ്പെ മാതാ ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ ബലിയർപ്പണത്തോടും ഊട്ടുനേർച്ചയോടും കൂടി സംഘടിപ്പിച്ചു വരികയാണ്. ഇപ്പോൾ ഏതാണ്ട് 2500ഓളം പേർക്കുള്ള സദ്യയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിരുനാളിനൊരുക്കമായി കഴിഞ്ഞ 10-ാം തീയതി ചൊവ്വാഴ്ച കൊടിയേറ്റം നടന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിലുള്ള നൊവേനയും അതേ തുടർന്ന് ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 19-ാം തീയതിയാണ് അതിൻ്റെ സാഘോഷമായിട്ടുള്ള സമാപനം നടക്കുക. രാവിലെ 9 മണിക്ക് കുരിശിൻ്റെ വഴിയോടുകൂടി അന്നത്തെ തിരുകർമ്മങ്ങൾ ആരംഭിക്കും. അതിനുശേഷം 9:30 വചനപ്രഘോഷണം നടത്തുന്നതാണ്. ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോഷി അച്ഛനാണ് ധ്യാനം നയിക്കുക. അതിനുശേഷം 10:30 ആഘോഷമായ സമൂഹ ബലി അർപ്പണം നടക്കുന്നത്. മുഖ്യ കാർമ്മികനാകുന്നത് വിജയപുരം രൂപതയുടെ ചാൻസലറായ അഭിവന്യ മോൺസിഞ്ഞോർ ജോസ് നവസ് അച്ഛനാണ്. ദിവ്യബലിക്ക് ശേഷം ആഘോഷമായിട്ടുള്ള ബലിയർപ്പണത്തിന് ശേഷം 1 മണിയോടുകൂടി ഊട്ടുനേർച്ച നടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ തിരുക്കർമ്മങ്ങളിലേക്കും നേർച്ച സദ്യയിലേക്കും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകം തേടാം. ലോകത്തിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആശ്വസിച്ച് മടങ്ങാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ രാവിലെ മാർച്ച് 19 രാവിലെ 7 മണി മുതൽ പുഷ്പവടി നേർച്ച സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം മാർച്ച് 25, 26, 27, 28 തീയതികൾ നോയമ്പുകാലത്തോടനുബന്ധിച്ച് നമ്മുടെ കുടുംബ നവീകരണ ധ്യാനം നടത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഈ ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 മുതൽ 9 വരെ ആയിരിക്കും ധ്യാനം നടത്തപ്പെടുന്നത്. റവറൽ ഫാദർ തോമസ് നെടുമാങ്കുടിയും റവറൽ ഫാദർ ഗീവർഗീസ് പാറമുട്ടിൽ തെക്കേതിലും ആണ് ധ്യാനം നയിക്കുന്നത്. എല്ലാവരെയും ഊട്ടുനേർച്ചയിലേക്കും അതോടൊപ്പം കുടുംബ നവീകരണ ധ്യാനത്തിലേക്കും സ്വാഗതം ചെയ്യും.